എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. യൂട്യൂബും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതുപോലെ നമുക്കിന്ന് അറിയാവുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ചില കൺട്രി വൈസ് ചില പ്ലാറ്റ്ഫോംസും ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം UAE-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്നാപ്ചാറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഫേസ്ബുക്കൊക്കെയാണ് കൂടുതൽ, ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൂടുതലും ട്വിറ്ററൊക്കെയാണ് അവർ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഓരോ കൺട്രീസിനനുസരിച്ചും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകളുണ്ട്. എന്നാൽ നമുക്കിതെല്ലാം പഠിച്ചാൽ മാത്രമാണ് നമുക്കൊരു സോഷ്യൽ മീഡിയ എക്സ്പേർട്ടായി മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരുന്നത്, എന്തൊക്കെ ടൂൾസിനെ പറ്റി നമ്മൾ അറിയണം, ഏതൊക്കെ വിഷയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് അറിവ് നേടണം, നല്ലൊരു ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതിനുശേഷം അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ മറ്റ് കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡ്സും പ്ലാറ്റ്ഫോം നോളജും നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഡിജിമാർക്ക് അക്കാഡമിയുടെ ഈ ഒരു ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ആപ്പിൻ്റെ ലിങ്കൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കോഴ്സും മറ്റ് ഡീറ്റെയിൽസും എൻക്വയറി ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫ്രീ ക്ലാസ്സസ് തന്നെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ മറ്റ് ക്ലാസ്സസും ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിരുന്ന ക്ലാസ്സസും എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇന്നത്തെ വിഷയം സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് പോകാം. അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബ്, പിൻട്രസ്റ്റ് ആൻഡ് ട്വിറ്റർ. ഇത് കൂടാതെ വേറെയും ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷേ എല്ലാ പ്ലാറ്റ്ഫോമുകളുടെയും കൺസെപ്റ്റുകൾ ഏകദേശം ബേസിക്കലി ഒരുപോലെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കിലും ഒരു റീമാർക്കറ്റിംഗ് മെത്തേഡ് ഉണ്ട്, ഫേസ്ബുക്കിലും റീമാർക്കറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതുകൂടാതെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും നമുക്ക് എന്ത് ചെയ്യാം, റീമാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യാം. റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്കോ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്കോ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള യൂസേഴ്സിനെ. ഇതേ കൺസെപ്റ്റ് തന്നെ ലിങ്ക്ഡിനിലുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട്, ട്വിറ്ററുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് ഏതൊക്കെ ഏരിയയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് പോകാം. അതിനു മുന്നേയായിട്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബ്ലൂഹോസ്റ്റ് ആണ്. ബ്ലൂഹോസ്റ്റ് നമുക്ക് നൽകുന്നത് ഒരു വർഷത്തെ ഹോസ്റ്റിംഗ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കതിനൊപ്പം തന്നെ ഫ്രീ SSL പ്രൊട്ടക്ഷൻ ആൻഡ് CDN എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്, നമ്മുടെ വെബ്സൈറ്റ് ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്ത് വരാനൊക്കെ, SEO ചെയ്യുമ്പോഴോ നമ്മുടെ വെബ്സൈറ്റ് ഇനിയുള്ള കാലത്ത് ബിസിനസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ലോഡിംഗ് സ്പീഡും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതുകൂടാതെ തന്നെ നമുക്കൊരു ഡൊമൈൻ 1 ഇയറിലേക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുമെന്നുള്ളതാണ് ബ്ലൂഹോസ്റ്റ് നമുക്ക് പറയുന്നത്. 24/7 സപ്പോർട്ട്. ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങളിലേക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഹെൽപ്പുകളൊക്കെ ആവശ്യം വരും. ആ ഒരു സമയത്ത് നമുക്ക് ചോദിക്കാനായിട്ട് നമുക്കിവിടെ കോൾ നമ്പേഴ്സും ഉണ്ട്, ടോൾ ഫ്രീ നമ്പേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചാറ്റ് ഓപ്ഷൻസും ഉണ്ട്. ഇനി ബ്ലൂഹോസ്റ്റിൻ്റെ പ്ലാൻസ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബ്ലൂഹോസ്റ്റിൽ നമുക്ക് ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാൻ, നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യാം. ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാനിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ സെർവേഴ്സ് ചൂസ് ചെയ്യാം, USA, അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ. ഇതിൽ ബേസിക് പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ പ്ലസ് എന്ന് പറയുന്നുണ്ട്, ചോയ്സ് പ്ലസ്, പ്രോ. ബേസിക് പ്ലാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റും, പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് വെബ്സൈറ്റ്സ്. ഇതാണ് ഇവ തമ്മിലുള്ള ഫീച്ചേഴ്സ്. നമ്മളുടെ ഇന്ത്യ സെർവർ ചൂസ് ചെയ്താലും വലിയ റേറ്റിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇന്ത്യ ആയിരിക്കും നമ്മുടെ ഡാറ്റാ സെൻറ്റർ. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്ന ഇന്ത്യൻ സെർവറിലായിരിക്കും. ഇനി നമുക്ക് ഇവിടെ സബ് ഡൊമൈൻസ് 25 എണ്ണമാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ അൺലിമിറ്റഡ് സബ് ഡൊമൈൻസ് ആണ്. ഒരു വർഷത്തേക്ക് എല്ലാ പ്ലാനുകളിലും ഡൊമൈൻ നമുക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SSL സർട്ടിഫിക്കറ്റ്, നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടുന്ന SSL സർട്ടിഫിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സാധാരണ ഇത് പെയ്ഡ് ടൂളാണ്, മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ പെയ്ഡ് ടൂൾസാണ് SSL സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് ഫ്രീ ആണ്.
അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റ് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട്. അപ്പം ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തത് കാണാം. ഇത് കൂടാതെ തന്നെ ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്നത് വേഡ്പ്രസ് സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. വേഡ്പ്രസ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു വെബ്സൈറ്റ് മേക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് നമ്മുടെ ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വേഡ്പ്രസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഡ്പ്രസിൻ്റെ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ട് വേഡ്പ്രസ് പറയുന്നത് ബ്ലൂ ഹോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്തുകൊണ്ടും നമ്മുടെ വെബ്സൈറ്റിന് ഏറ്റവും നല്ല ഒരു ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഏറ്റവും ലിമിറ്റഡ് എമൗണ്ടിൽ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് ബ്ലൂ ഹോസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സസിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ ഇതിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഇൻ്റർഫേസസിലേക്കൊന്ന് വരാം. ഫേസ്ബുക്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഫേസ്ബുക്ക് പേജിനെ ഇപ്പോൾ 2 രീതിയിൽ സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ഫേസ്ബുക്ക് പേജുകളെ സ്വിച്ച് പേജസ് എന്നുള്ള പേരിൽ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് സീ ഓൾ പ്രൊഫൈൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതുപോലെ പേജുകളെ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഇപ്പം ഫേസ്ബുക്ക് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പേജസിൻ്റെ തന്നെ ഫ്രണ്ട് എൻഡിൽ നിന്നാണ് പലതരം അഡ്വർടൈസ്മെൻറ്റുകളും സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ പ്രൊമോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പല തരം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പോസ്റ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു ബേസിക് ലെവൽ ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഇവിടുന്ന് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. എന്നാൽ ഫേസ്ബുക്കിൻ്റെ തന്നെ മറ്റ് ചില ഇൻ്റർഫേസസ് കൂടെ നമുക്ക് പരിചയപ്പെടാം. ഫേസ്ബുക്കിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ, അതായത് ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഇതൊക്കെ ബേസിക് ലെവൽ ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹൈ എൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഏരിയയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആഡ്സ് മാനേജറിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസസും അതുപോലെ തന്നെ പലതരം ക്യാമ്പയിൻസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ ഇൻ്റർഫേസസ് ഒന്ന് കാണിക്കാം. ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ഫേസ്ബുക്ക് നൽകുന്നുണ്ട്. അതിനകത്ത് അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെൻറ്റ്, ലീഡ്സ്, പ്രൊമോഷൻ, സെയിൽസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യുന്നതും അതിൻ്റെ ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതും ഈ ഫേസ്ബുക്കിൻ്റെ അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് മെത്തേഡ്സിലാണ് നമ്മളിതൊക്കെ പഠിക്കേണ്ടത്. അതുകൂടാതെ തന്നെ ഫേസ്ബുക്ക് നൽകുന്ന മറ്റൊരു ഇൻ്റർഫേസാണ് ഫേസ്ബുക്കിൻ്റെ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന മറ്റൊരു ഏരിയ. ബിസിനസ് സ്യൂട്ട് നമുക്ക് ഫേസ്ബുക്ക് ഒരേ സമയം ഒരു ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതും നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഓരോ മെസ്സേജസ് വരുന്നതും അതുപോലെ തന്നെ നമ്മളുടെ കണ്ടൻറ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർഫേസാണ് ഫേസ്ബുക്ക് ബിസിനസ് സ്യൂട്ട് അല്ലെങ്കിൽ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നമ്മളുടെ ഫേസ്ബുക്ക് പേജുകളും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിജിമാർക്ക് അക്കാഡമിയുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം, ഡിജിമാർക്ക് വെബ് സൊല്യൂഷൻ്റെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം. അങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഓരോ പേജിൻ്റെയും ഇൻ്റർഫേസസ് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതുകൂടാതെ ഇനിയും ഫേസ്ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള ഇൻ്റർഫേസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കിൽ വീഡിയോ മാർക്കറ്റിംഗ്, അതല്ലെന്നുണ്ടെങ്കിൽ വ്ളോഗിങ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഏരിയ ഫേസ്ബുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഏരിയയാണ്. അപ്പോൾ ഈ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതുമെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടതും പഠിക്കേണ്ടതും ഫേസ്ബുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ ആണ്. ഇനി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ ബിസിനസ് മാനേജറാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ ആഡ്സ് മാനേജർ അക്കൗണ്ട് ഏരിയയിൽ നിന്നും ഫേസ്ബുക്കിൽ നമുക്ക് ബിസിനസ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ ബിസിനസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ, അതായത് നമ്മളുടെ ഫേസ്ബുക്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ നമുക്ക് ബിസിനസ് മാനേജർ അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഡിജിമാർക്ക് അക്കാഡമിയുടെ
ബിസിനസ് മാനേജറാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസ് മാനേജർ എന്ന് പറയുന്നത് നമ്മളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ സോൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഏരിയ ആണ്. അപ്പോൾ ഈ ബിസിനസ് മാനേജർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത്, ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയണം. ഇവിടെ നമ്മൾ ഒരുപാട് പേജുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആഡ് അക്കൗണ്ട്സ്, പരസ്യം ചെയ്യാനുള്ള ഒരുപാട് ക്ലയൻറ്റുകളുടെ ആഡ് അക്കൗണ്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഇതുമെല്ലാം ഫേസ്ബുക്കിൻ്റെ ഒരു അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് ഏരിയയിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് ഫേസ്ബുക്ക് പേജുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പേജുകൾ കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ആഡ് അക്കൗണ്ടുകൾ, ഇവിടെ പരസ്യം ചെയ്യാനുള്ള ആഡ് അക്കൗണ്ടുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു പേയ്മെൻറ്റ് മെത്തേഡ്സ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് ഫേസ്ബുക്കിൽ നമ്മുടെ ബിസിനസ്സിനെ വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ ചെയ്യാനും പഠിക്കാനും ഒക്കെയുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ റീമാർക്കറ്റിംഗ് മെത്തേഡ്, ഫേസ്ബുക്ക് റീമാർക്കറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് പിക്സൽസ് എന്ന് പറയുന്നൊരു കാര്യം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പിക്സൽസ് എല്ലാം ഈ ഫേസ്ബുക്ക് ബിസിനസ് മാനേജറിലാണ്. ഈ ബിസിനസ് മാനേജർ ഉപയോഗിച്ച് ഡിജിമാർക്ക്, ഇപ്പോൾ ഇത് ഡിജിമാർക്ക് ഉപയോഗിച്ചിരിക്കുന്ന പിക്സലാണ്. ഇതിപ്പോൾ ഒരു ആക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസ് മാനേജർ പിക്സൽസ് എങ്ങനെയാണ് ബിസിനസ് മാനേജർ വഴി ക്രിയേറ്റ് ചെയ്യുന്നത്, അതുവഴി എങ്ങനെയാണ് നമ്മൾ ഓഡിയൻസിനെ സേവ് ചെയ്യുന്നത്, ആ സേവ് ചെയ്ത ഓഡിയൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പരസ്യങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം പഠിക്കേണ്ടത് ഫേസ്ബുക്കിൻ്റെ അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് മെത്തേഡ്സിലാണ്. ഇതുകൂടാതെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ടൂൾസായിട്ട് വീണ്ടും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഒരുപാട് ടൂൾസ് ഉപയോഗിക്കേണ്ടി വരും. അതിലുള്ള ഒരു ടൂളാണ് ഹൂട്ട്സ്യൂട്ട് എന്ന് പറയുന്നത്. അറ്റ് എ ടൈം നമ്മുടെ ഫേസ്ബുക്ക്, അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം, നമ്മുടെ ട്വിറ്റർ, ലിങ്ക്ഡിൻ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അറ്റ് എ ടൈം ഒരുപോലെ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഹൂട്ട്സ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇതുകൂടാതെ തന്നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് മനിചാറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് മെസ്സേജ് അയക്കുന്ന യൂസേഴ്സിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും അതിന് ഓട്ടോമാറ്റിക്കായിട്ടുള്ള റിപ്ലൈസ് കൊടുക്കാനും അവരെ മാർക്കറ്റ് ചെയ്ത് അടുത്തടുത്ത ബട്ടൺസും ലിങ്ക്സും ഒക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് മനിചാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനിചാറ്റ് ഉപയോഗിക്കാൻ പഠിക്കുക. ഇതെല്ലാം നമ്മളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ബേസിക്കലി ഞാനിപ്പോൾ പറഞ്ഞു വന്ന കാര്യം, സാധാരണ രീതിയിൽ ഒരു പരസ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ബട്ടൺ, അത് ഇങ്ങനെയുള്ള ഒരു സാധാരണ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആഡ്സ് മാനേജറിൽ വന്നിട്ട് ഒരു ലീഡ് ക്യാമ്പയിനോ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത് കൊണ്ടോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്റ്റാർട്ടാവുന്നില്ല. ഇതുകൂടാതെ തന്നെ ഇതേ ഇൻ്റർഫേസ് പോലെ തന്നെ ഞാനിപ്പോൾ ലിങ്ക്ഡിനിലേക്ക് വരികയാണ്. അപ്പോൾ ലിങ്ക്ഡിനിലേക്ക് വരികയാകുമ്പോഴത്തേക്കും ലിങ്ക്ഡിനിലും നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ ബേസ് ചെയ്താണ് നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ലിങ്ക്ഡിനിൽ പേഴ്സണൽ പ്രൊഫൈലിൽ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും അതുകൂടാതെ തന്നെ ലിങ്ക്ഡിൻ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ലിങ്ക്ഡിനിലും ഇതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലിങ്ക്ഡിനിലും ഉണ്ട് ബിസിനസ് മാനേജറും ഫീച്ചേഴ്സും ഒക്കെ. ലിങ്ക്ഡിൻ എക്സ്പേർട്ടായി മാറണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ലിങ്ക്ഡിൻ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാനും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ തന്നെ പിന്നെയുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് നമുക്കറിയാവുന്നതാണ് ഇൻസ്റ്റഗ്രാം. ഫേസ്ബുക്ക് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ്, അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു മേഖലയാണ് ഇൻസ്റ്റഗ്രാം. പക്ഷേ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ A to Z മാർക്കറ്റിംഗ് മെത്തേഡ്സും നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സ് മാനേജറിൽ തന്നെയാണ്. കാരണം നമ്മുടെ ആഡ്സ് മാനേജറിലൂടെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ പല മാർക്കറ്റിംഗ് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഓഡിയൻസസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ തന്നെ ഇപ്പോൾ നമ്മളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുള്ള ഓഡിയൻസിനെ നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നമ്മളിവിടെ പറഞ്ഞിരുന്നു. നമ്മുടെ വെബ്സൈറ്റിലേക്കോ പേജിലേക്കോ വന്നിരിക്കുന്ന ആളുകളെ റീമാർക്കറ്റിംഗ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് ഫേസ്ബുക്ക് തന്നെയാണ്. കാരണം ഫേസ്ബുക്കിൻ്റെ ഇൻ്റർഫേസസിലൂടെ നമ്മൾ ആഡ്സ് മാനേജർ ഇൻ്റർഫേസിലേക്ക് എത്തി നമ്മളിവിടെയാണ് റീമാർക്കറ്റിംഗ് മെത്തേഡ്സും എല്ലാം ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു സോഷ്യൽ മീഡിയ എക്സ്പേർട്ടായി മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു കസ്റ്റം ഓഡിയൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ടാവും ഫേസ്ബുക്കിൻ്റെ മാത്രമല്ല, ഫേസ്ബുക്ക് പേജിൻ്റെ മാത്രമല്ല, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഓഡിയൻസിനെ സേവ് ചെയ്യാനും അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആക്ടിവിറ്റീസൊക്കെ സേവ് ചെയ്ത് ആ ഓഡിയൻസിനെ മാർക്കറ്റ് ചെയ്യുന്ന മെത്തേഡ്സും എല്ലാം ഫേസ്ബുക്കിലുണ്ട്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക്
അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അഡ്വാൻസ്ഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കുക, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ പഠിക്കുക. ഇതാണ് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇനി അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് പിൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിനും അതിൻ്റെതായ രീതിയുണ്ട്. പിൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലും നമുക്കിതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ബോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിലുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റുകളിലുള്ള ഇമേജസ്, ഇതുപോലെയുള്ള ഇൻഫോഗ്രാഫിക്സ് ഇമേജസിനെ നമുക്ക് പിൻ ചെയ്ത് നമ്മളുടെ ബോർഡ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോർഡുകളിലേക്ക് നമുക്ക് സൂക്ഷിക്കാനും അതുവഴി നമുക്ക് നമ്മളുടെ ബോർഡ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയും ട്രാഫിക്കുകൾ കൂട്ടാനുമൊക്കെ സാധിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് മെത്തേഡ്സ് നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ പഠിക്കേണ്ടതുണ്ട്. എല്ലാത്തിനും ഉപരി ഇനി നമ്മൾ പഠിക്കേണ്ട വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ടൂളെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് യൂട്യൂബാണ്. യൂട്യൂബും ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ടൂൾ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും യൂട്യൂബിലൂടെയാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് എത്തിയത് എന്ന് ചോദിച്ചാൽ യൂട്യൂബാണ് എൻ്റെ മീഡിയം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത് എങ്ങനെയാണ്, യൂട്യൂബിലെ വീഡിയോസ് ഒരു ചാനൽ സെറ്റപ്പ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഏൺ ചെയ്ത് മുന്നിലേക്ക് പോവേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അതിൻ്റെയും അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്റ്റ് ചെയ്യാം. സോ നമ്മൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ പഠിക്കേണ്ടി വരിക, ഒരു അഡ്വാൻസ്ഡ് കോഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരിക, എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് ഉള്ള ഒരു ചെറിയ ബ്രീഫാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നൽകിയത്. താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ പഠിക്കുമ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ല, ഏതൊരു വിഷയം പഠിക്കുമ്പോഴും അതിനകത്ത് ഏതൊക്കെ സെക്ഷൻസ് ആയിരിക്കും നമ്മൾ പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം ബോധവാന്മാരാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കി വേണം പഠിച്ചു പോകാനായിട്ട്. ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഒരു 2 മാസമോ 3 മാസമോ എടുത്ത് പഠിച്ചാൽ പോലും തീരാത്ത അത്രത്തോളം വിഷയങ്ങൾ ഓരോ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. എന്നാലും നമുക്ക് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ലെവൽസ് ഒന്നും പോരാ. ശരിക്കും നമുക്കൊരു അഡ്വാൻസ്ഡ് ലെവൽ നോളജ് തന്നെ വേണം, എങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങുകൾ പഠിക്കാനായിട്ടും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മെത്തേഡുകൾ ചെയ്ത് മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. സാധാരണ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് ബൂസ്റ്റിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ വെറും ഒരു ഇൻസ്റ്റഗ്രാം ബൂസ്റ്റിങ്ങോ അല്ലെങ്കിൽ വെറുതെ ഒരു ആഡോ ഒന്നും ചെയ്യാൻ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിലാണ് ആ പ്ലാറ്റ്ഫോമിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ പല സ്ഥാപനങ്ങൾക്കും ആവശ്യം. ഇപ്പോൾ എന്നെ തന്നെ ഒരുപാട് കമ്പനികൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സിനെ എനിക്ക് ആർക്കും വേണ്ട. ഫ്രഷേഴ്സിനെ എന്ന് മാത്രമല്ല, ഒരു ബേസിക്, അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് സാർ ബേസിക് പഠിച്ച ആളുകളല്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചവരുണ്ടോ, ഫേസ്ബുക്കും ക്ലാസ്സിലൊക്കെ പറയുന്നതൊക്കെ പഠിച്ചവരും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയവർ ചോദിക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്സ് അറിയാവുന്നവരാണോ. ഫ്രഷേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ അറിയാമോ, ഫേസ്ബുക്കിൻ്റെ റീമാർക്കറ്റിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം റീമാർക്കറ്റിങ്ങോ ഒരു കൺവേർഷൻ ട്രാക്കിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ, ബിസിനസ് മാനേജറും ബിസിനസ് സ്യൂട്ടുകളും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ ഇവർക്ക്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ഒരുപാട് കോൾസാണ് പല കമ്പനികളിൽ നിന്നും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ മാത്രമാണ് നമ്മളുടെ കരിയറും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ഈ ഒരു ഫീൽഡിൽ പോവുകയുള്ളൂ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കാനും അറിയുവാനും വേണ്ടി ഡിജിമാർക്ക് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൂടുതലായി പഠിക്കാനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസിൽ എൻറോൾ ചെയ്യാം. ഞങ്ങളുടെ ആപ്പിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുകൂടാതെ നമ്മുടെ ക്ലാസ്സസ് എങ്ങനെ പോകുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ കൂടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കാണുന്ന മറ്റുള്ള സുഹൃത്തുക്കൾക്കും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. സുബിൻ.